വാർത്തയിലേക്ക് വിശദമായി. കോഴിക്കോട് താമരശ്ശേരിയിൽ ഫെയർവെൽ പാർട്ടിയെ ചൊല്ലിയുണ്ടായ സംഘട്ടനത്തിൽ ക്രൂരമർദ്ദനമേറ്റ് മരിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ മൃതദേഹം സംസ്കരിച്ചു. താമരശ്ശേരി ചുങ്കത്തെ വീട്ടിലെത്തിച്ച ഷഹബാസിന്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാൻ ഒരു നാടൊന്നാകെയാണ് എത്തിയത്. കെടവൂർ ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്ക ചടങ്ങുകൾ. അതിനിടെ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തുവന്നു. തലയോട്ടി തകർന്നിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. വലത് ചെവിക്ക് മുകളിലായാണ് തലയോട്ടിയിൽ പൊട്ടലുണ്ടായത്. കട്ടിയേറിയ ആയുധം ഉപയോഗിച്ചാണ് മർദ്ദിച്ചതെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാകുന്നു. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി അവിടെ നിന്ന് ചേരുകയാണ്. അനീഷ്, സഹിക്കാൻ കഴിയാത്ത അത്രയും കാഴ്ചകളാണ് ഇന്നത്തെ ഒരു ദിവസം അവിടെ നിന്ന് കേരളമാകെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മണ്ണോട് ചേർന്നിരിക്കുന്നു, ഖബറടക്കം പൂർത്തിയായിരിക്കുന്നു. എന്താണ് അവിടെ നിന്നും നൽകാനുള്ള വിവരങ്ങൾ? രണിക, അങ്ങേറ്റം വൈകാരികമായാണ് ഷഹബാസിനും നാട് യാത്രയപ്പ് നൽകിയത്. ഷഹബാസിന്റെ കൂടെ പഠിച്ച കൂട്ടുകാർ, അധ്യാപകർ, നാട്ടുകാർ, മറ്റ് ബന്ധുക്കൾ തുടങ്ങിയ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ഒരുപാട് ആളുകളാണ് ഒരു നോക്ക് കാണുവാനായി അവസാനമായി ഇവിടേക്ക് എത്തിയത്. അല്പം മുമ്പാണ് കെടവൂർ പള്ളിയിലെ ഖബർസ്ഥാനിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഏതാണ്ട് 3:30 മൃതശരീരം ചുങ്കത്തെ തറവാട്ട് വീട്ടിലെത്തിയത്. അവിടെ അല്പനേരം ആളുകൾക്ക് കാണാൻ അവസരം നൽകി. ഇതിനുശേഷമാണ് പിന്നീട് ഇവിടെ കെടവൂർ പള്ളി മദ്രസയോട് ചേർന്ന് പൊതുദർശനം നടത്തിയത്. ഏതാണ്ട് 1 മണിക്കൂറിന് അധികം നീണ്ട് ആളുകളുടെ എണ്ണം വലിയ തോതിൽ വരുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് അതിനുശേഷമാണ് ആളുകൾക്ക് കാണാനുള്ള അവസരം നൽകിയ ശേഷമാണ് പിന്നീട് സംസ്കാര ചടങ്ങുകൾ ഖബർസ്ഥാനിലേക്ക് മാറ്റുകയും ഖബറടക്കം പൂർത്തിയാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അങ്ങേയറ്റം ഞെട്ടലോടുകൂടിയാണ്, വേദനയോടുകൂടിയാണ് ഈ ചടങ്ങിൽ പലരും പങ്കെടുത്ത പുരുഷന്മാരടക്കമുള്ളവർ വിതുമ്പി കരയുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാമായിരുന്നു. കാരണം കേവലം 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. കേവലം ഒരു ട്യൂഷൻ സെന്ററിൽ നടന്ന ഒരു തർക്കത്തിന്റെ പേരിൽ കുട്ടികൾ തമ്മിലുണ്ടായ ചെറിയ ഒരു കശപിശയുടെ പേരിൽ ഒരാൾക്ക് ജീവൻ തന്നെ നഷ്ടമാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അങ്ങേയറ്റം വേദന നൽകുന്ന ഒരു കാര്യമാണ്. അതേക്കാൾ വലുത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ക്രൂരമായ പീഡനത്തിന് അല്ലെങ്കിൽ മർദ്ദനത്തിന് ഈ ഷഹബാസ് ഇരയായി എന്നതാണ്. ഷഹബാസിന്റെ തലയോട്ടി പൂർണ്ണമായും ഈ മർദ്ദനത്തിൽ തകർന്നിരിക്കുന്നു. വലതു ചെവിയുടെ മുകൾ ഭാഗത്താണ് തലയോട്ടിക്ക് പരിക്കേറ്റത്. കൈകൾ ഉപയോഗിച്ചുള്ള മർദ്ദനത്തിനപ്പുറം പ്രഹരശേഷിയുള്ള ആയുധം ഉപയോഗിച്ചാണ് ഈ അക്രമം നടന്നതെന്നാണ് ഞെട്ടിക്കുന്നത്. കാരണം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ്. അവർ എങ്ങനെ ഈ ആയുധങ്ങൾ ഉപയോഗിച്ചു തങ്ങളുടെ ഒരു സഹപാഠിയെ, തങ്ങളോടൊപ്പം അടുത്ത നാൾ വരെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ എങ്ങനെ മർദ്ദിച്ചു എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. എന്തായാലും ഈ സംഭവം നടന്ന അന്ന് തന്നെ 5 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ ഈ കുട്ടി മരിച്ചതോടുകൂടി വീണ്ടും ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കുകയും അവരെ കെയർ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് SLC പരീക്ഷ അടുത്ത ദിവസം ആരംഭിക്കുകയാണ്. ആ പരീക്ഷ എഴുതാനുള്ള അനുമതി കോടതി നൽകിയിട്ടുമുണ്ട്. പക്ഷേ എന്താണ് ഇത്തരത്തിലൊരു ഈ ഷഹബാസിനെ ലക്ഷ്യം വെച്ചുള്ള ഈ ഒരു ആക്രമണത്തിന് പിന്നിലെ കാരണമെന്നത് ഇപ്പോഴും അജ്ഞാതമാണ്. എന്തായാലും അത് ഫെയർവെൽ പാർട്ടിയിൽ ഉണ്ടായ തർക്കവും അതിനെ തുടർന്നുള്ള വിഷയങ്ങളുമാണ് എന്ന വിവരമാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നത്. അനീഷ്, പക്ഷേ ഈ ആക്രമിച്ച കുട്ടികളുടെ ഹിസ്റ്ററി നോക്കിയാൽ അവർ കഴിഞ്ഞ വർഷവും ഏതാണ്ട് ഇതേ സമയത്ത് ആക്രമണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അന്ന് 9ാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്നു ഇവർ. അന്ന് 10ാം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് ഈ കുട്ടികൾ ആക്രമിച്ചത്. റോഡിലൊക്കെ ബ്ലഡ് വീഴുന്ന തരത്തിലുള്ള വലിയ അക്രമ സംഭവങ്ങൾ തന്നെ അന്നും അരങ്ങേറിയിരുന്നു. അന്ന് രക്ഷിതാക്കളാണ് ഈ അക്രമത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സംരക്ഷണ കവചം ഒരുക്കിയത്. അവരുടെ രക്ഷിതാക്കളാണ് പിടിക്കപ്പെടില്ല, തെറ്റ് ഞങ്ങൾ ആവർത്തിച്ചാലും ഒന്നും സംഭവിക്കില്ല എന്ന ബോധ്യത്തിലാണ് അതിലും വലിയ അക്രമ സംഭവങ്ങളിലേക്ക് ആ കുട്ടികൾ നീങ്ങിയിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാകുന്നു. എന്താണ് ഇവരുടെ ഈ കുട്ടികളുടെ പശ്ചാത്തലം സംബന്ധിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ? തീർച്ചയായും ഈ കുട്ടികൾ ഈ 5 പേരും ഒരു ഗ്യാങ് എന്ന രീതിയിലാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ ഈ മുതിർന്ന ക്ലാസ്സുകളിലേക്ക് എത്തിയ ശേഷം ഒറ്റ ഗ്യാങ് എന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. ഇൻസ്റ്റയിലും മറ്റുമൊക്കെ ഇവരുടെ പേജുകളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങൾ അണിയുക, ഒരേ തരത്തിൽ ബൈക്കിൽ നിൽക്കുക, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഇവരുടെ ഉണ്ട്. സാധാരണഗതിയിൽ ഒരു ഇടത്ത് കുട്ടികളുണ്ടെങ്കിൽ ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് പേർ തമ്മിലുള്ള ഒരു സൗഹൃദം ആണ്. പക്ഷെ ഇവർ തമ്മിലാണ് എപ്പോഴും ഒറ്റക്കെട്ടായാണ് യാത്ര പോകുക,
ഒറ്റക്കെട്ടായാണ് സ്കൂളിൽ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അത്തരം ഒരു ഗ്യാങ് തന്നെയാണ് ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ആക്രമിച്ചതും. അതും ഈ ചുങ്കം മാർക്കറ്റിൽ വെച്ചാണ് അത്തരം ക്രൂരമായ അക്രമം നടന്നത്. അന്ന് സ്കൂൾ അധികൃതർ താക്കീത് നൽകുകയുമൊക്കെ ചെയ്തെങ്കിലും അവർ തങ്ങളുടെ അക്രമവാസന അവസാനിപ്പിക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഈ കേസിൽ പ്രതികളായി ഇപ്പോൾ കെയർ ഹോമിൽ കഴിയുന്ന 3 വിദ്യാർത്ഥികൾ അന്നത്തെ അക്രമത്തിനും ഉണ്ടായിരുന്നു. പലപ്പോഴും ഇത്തരം അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർക്കൊരു പിന്തുണ നൽകാനായി, അല്ലെങ്കിൽ അടിച്ചാൽ ഒരാളെ തിരിച്ചടിക്കണമെന്ന് ആഹ്വാനം നടത്താനായി ഇവരെ രക്ഷകർത്താക്കളും പലപ്പോഴും പ്രേരണ നൽകി എന്നാണ് നമുക്ക് നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. പലപ്പോഴും ഈ കുട്ടികളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പിഴവുകൾ ഉണ്ടായാൽ അവരെ ഇത്തരം പ്രതികാരത്തിനോ അല്ലെങ്കിൽ മറുപടി നൽകാനോ പോവുകയല്ല, ഒഴിഞ്ഞുമാറി പോവുകയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കാൻ ആ രക്ഷകർത്താക്കൾ ചിലരെങ്കിലും തയ്യാറായില്ല എന്നതാണ് ഒരുപക്ഷെ അവർക്ക് കൂടുതൽ പ്രോത്സാഹനമായി മാറിയത്. അവർ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പിന്നീട് വന്ന ചാറ്റുകളിൽ പറയുന്നുണ്ട്, ആൾക്കൂട്ടം ചേർന്ന് ഇങ്ങനൊരു കൃത്യം ചെയ്താൽ എന്തുണ്ടാവാൻ, അല്ലെങ്കിൽ ഈ ജുവനൈൽ നിയമപ്രകാരമൊക്കെ ഈ ബാലനീതികളൊക്കെ ഒരുപാടുള്ള നാടാണ്, അതുകൊണ്ട് എത്ര ശിക്ഷ ലഭിക്കും എന്ന കാര്യത്തിലൊക്കെ അവർക്ക് കൃത്യമായ ധാരണയുണ്ട്. ഒപ്പം ഈ ആക്രമിക്കുമ്പോൾ അവനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഇക്കാര്യങ്ങൾ ചെയ്തതെന്ന് പറയുന്ന ഒരു അക്രമിക്കൂട്ടമായി ഇവർ മാറുന്നത്. അതുകൊണ്ട് അങ്ങേയറ്റം കൃത്യമായ ക്രിമിനൽ വാസനയുള്ള കുട്ടികൾ തന്നെയാണ് ഈ കൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അവർക്കും മുൻപും ഇത്തരത്തിൽ സഹപാഠിയെ അല്ലെങ്കിൽ ജൂനിയറായി പഠിച്ച വിദ്യാർത്ഥിയെ ആക്രമിച്ച ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ നിൽക്കവേ തന്നെ എന്ത് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചു, അല്ലെങ്കിൽ ഇവരെ നേർവഴിക്ക് നയിക്കാനായി എന്തൊക്കെ ചെയ്തു എന്നത് സ്കൂൾ അധികൃതരും സമൂഹവും രക്ഷകർത്താക്കളും ഒക്കെ പരിശോധിക്കേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഈ ചെറിയ തലത്തിൽ കുട്ടികളുണ്ടാകുന്ന അല്ലെങ്കിൽ കുട്ടികൾ സൃഷ്ടിക്കുന്ന ഇത്തരം അക്രമ കാര്യങ്ങളെ തള്ളിപ്പറയുക, അവരെ നേർവഴിക്ക് നയിക്കാനുള്ള നടപടികൾ താമസമില്ല കൌൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു ആവശ്യകതയിലേക്ക് കൂടിയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഒപ്പം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പരക്കെ ഉണ്ടാവുന്ന ഇത്തരം കുറ്റവാസനകൾ അത് സമൂഹ മാധ്യമങ്ങളുടെയോ സിനിമകളുടെയോ ചുറ്റുപാടുള്ള ജീവിതങ്ങളുടെയൊക്കെ ഒരു പകർപ്പാവാം അവരുടെ ജീവിതത്തിലേക്ക് വരിക. സ്മാർട്ട് ക്ലാസ് റൂമുകളും ആധുനിക സജ്ജീകരണങ്ങളും ഒക്കെ ഏർപ്പെടുത്തി വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും കുട്ടികളുടെ മനസ്സിനെ ഇതൊന്നും സ്പർശിക്കുന്നില്ല. അവർ എത്രമേൽ കനിവില്ലാത്തവരായി മാറുന്നു എന്നതിനെക്കുറിച്ചുള്ള സമഗ്രമായ പഠനങ്ങൾ അനിവാര്യമാണ്. നേരത്തെ ബാലാവകാശ കമ്മീഷൻ ചെയർമാനൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. ഇതൊരു ഒറ്റപ്പെട്ട കേസായി പരിഗണിക്കുകയല്ല, പോലീസിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും വിശദമായ റിപ്പോർട്ട് തേടിയ ശേഷം എവിടെയാണ് നമുക്ക് കുഴപ്പം പറ്റുന്നതെന്ന് കണ്ടെത്താൻ സമഗ്രമായ പഠനങ്ങൾ തന്നെ നടത്തുമെന്ന് അദ്ദേഹം പറയുന്നു. ഈ താമരശ്ശേരിക്ക് അപ്പുറം മറ്റൊരു സംഭവം ഇനി ഇത്തരത്തിൽ ഉണ്ടാവാതിരിക്കാനുള്ള കർശനമായ ജാഗ്രത കുടുംബങ്ങളിൽ നിന്നുണ്ടാവണം, സ്കൂളുകളിൽ തീർച്ചയായും. എന്തായാലും നിന്നുണ്ടാവണം. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എല്ലാവരും ജാഗ്രത പുലർത്തേണ്ടുന്ന സാഹചര്യം. എന്തായാലും കുട്ടികൾക്ക് രക്ഷിതാക്കളിൽ നിന്നുൾപ്പെടെ വലിയ സംരക്ഷണം ലഭിച്ചിരുന്നു. അതാണ് ഈ അക്രമ സംഭവങ്ങൾ തുടരാൻ അവർക്ക് അവസരമൊരുക്കിയത് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടിയാണ് അവിടെ നിന്നും പുറത്തുവരുന്നത്. എം എസ് അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.